നാറ്റോ ഉച്ചകോടി വിശേഷങ്ങൾ, ഗസയിൽ നിന്നുള്ള ഹമാസിന്റെ പിന്മാറ്റം, ഉഗാണ്ടയിലെ പത്ര സ്വാതന്ത്ര്യം, ഇവയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. സ്വാഗതം. ഈ വാർത്ത എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ട്രംപ് തുർക്കിയിലേക്ക് എത്തിയിട്ടുണ്ട്. നാറ്റോയുടെ വാർഷിക ഉച്ചകോടിയാണ് ലക്ഷ്യമെങ്കിലും തുർക്കി പ്രസിഡന്റ് എർദോഗാനുമായും സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറയുമായുള്ള കൂടിക്കാഴ്ചയായിരിക്കും പ്രധാനമായും സംഭവിക്കാനിരിക്കുന്ന സംഗതി. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും ഇദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. 24 മണിക്കൂർ കൊണ്ട് റഷ്യൻ അധിനിവേശം അവസാനിപ്പിക്കുമെന്ന് സെലൻസ്കിയോട് പണ്ട് വീരവാദം മുഴക്കിയിരുന്നെങ്കിലും ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഇനി എന്തൊക്കെയാണ് പറയുക എന്ന് കണ്ടറിയണം. അതിനു മുന്നോടിയായി എർദോഗാൻ ആൾ ഉഷാറാണെന്നും കരുത്തനാണെന്നും ഷാറ കുറച്ച് കടുപ്പക്കാരനാണ് എന്നുമൊക്കെ സുഖിപ്പിക്കുന്ന കാര്യങ്ങൾ അവരെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. തുർക്കിയിൽ നിന്നും ചിലരൊക്കെ അമേരിക്കയുമായി ചേർന്ന് നിന്നാൽ കിട്ടാവുന്ന ഗുണങ്ങളെക്കുറിച്ച് പറയാൻ തുടങ്ങിയിട്ടുമുണ്ട്. തുർക്കിയുടെ വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ പറയുന്നത് ട്രംപും എർദോഗാനും ഒരുമിച്ചാൽ നാറ്റോയിലുള്ള പ്രതിസന്ധികൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനാവുമെന്നും നാറ്റോയിലെ അംഗരാജ്യങ്ങൾക്ക് ഗുണകരമാവുന്ന പലതും ചെയ്യാനാവും എന്നുമാണ്. നേരത്തെ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന ഗസ ബോർഡ് ഓഫ് പീസിന്റെ ആദ്യ യോഗത്തിൽ തുർക്കിയെ പ്രതിനിധീകരിച്ച് ഫിദാൻ പങ്കെടുത്തിരുന്നുവെങ്കിലും ഗസയിലേക്കുള്ള അന്താരാഷ്ട്ര സേനയിൽ തുർക്കിക്ക് അവസരം കിട്ടിയിരുന്നില്ല. മറ്റൊന്നുകൊണ്ടുമല്ല, ഇസ്രായേലിനെ ശക്തമായി തുർക്കി എതിർക്കുന്നു എന്നതുകൊണ്ടായിരുന്നു അത്. ഇദ്ദേഹം ഇതിനിടയിൽ തന്നെ ഒരു ടെലിവിഷൻ ചർച്ചയിൽ ഇസ്രായേൽ ലോക സമൂഹത്തിന് ഇനിയും താങ്ങാനാവാത്തൊരു ബാധ്യതയാണ് എന്ന് തുറന്നു പറഞ്ഞിരുന്നു. ഇസ്രായേലിനെ അകറ്റി നിർത്തി അമേരിക്കയുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു വഴിയാണ് തുർക്കി ചികഞ്ഞു നോക്കുന്നത് എന്നാണ് വിദഗ്ധ പക്ഷം. അമേരിക്കയ്ക്കും ഇക്കാര്യത്തിൽ മോശമല്ലാത്ത അഭിപ്രായമുണ്ടെന്നാണ് അവരുടെ ചില നടപടികളിൽ നിന്നും മനസ്സിലാവുന്നത്. നെതന്യാഹു ട്രംപിന് ഫോൺ ചെയ്ത് തുർക്കി നേതാക്കളോട് ഇത്തരം കടുത്ത അഭിപ്രായ പ്രകടനങ്ങളൊന്നും നടത്തരുത് എന്ന് പറയണം എന്ന് അഭ്യർത്ഥിച്ചതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തുർക്കിക്ക് F-35 യുദ്ധവിമാനങ്ങൾ കൊടുത്താലോ എന്നൊരാലോചന അമേരിക്കക്കുണ്ടെന്ന കാര്യം ട്രംപ് പറഞ്ഞപ്പോഴുള്ള ഞെട്ടലിലാണ് സത്യത്തിൽ ഇസ്രായേൽ ഇപ്പോഴുള്ളത്. ഇതിനൊപ്പം തുർക്കിയുടെ യുദ്ധവിമാനങ്ങൾക്കായി $70 കോടി എഞ്ചിൻ പാക്കേജിനുള്ള ചർച്ചകളും അമേരിക്ക നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വ്യോമ മേഖലയിൽ അത്യാവശ്യം കയറ്റുമതിയൊക്കെ നടത്തുന്ന തുർക്കിക്ക് തങ്ങളുടെ ഡ്രോണുകളുടെയും മറ്റും കച്ചവടം ഉഷാറാക്കാനും ഈ കൂടിച്ചേരൽ ഉപകാരപ്പെടുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. 2025 1000 കോടിയുടെ പ്രതിരോധോൽപ്പന്നങ്ങൾ കയറ്റുമതി നടത്തിയ രാജ്യമാണ് തുർക്കി. അതെങ്ങനെയെങ്കിലും കൂട്ടണമെന്ന ചിന്തയിലാണ് അവരുള്ളത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ ചിത്രം കീഴ്മേൽ മറിയുമെന്നാണ് ഇസ്രായേലിന്റെ പേടി. ഇറാനുമായുള്ള യുദ്ധത്തിൽ തങ്ങൾ പറഞ്ഞാൽ കേൾക്കാത്ത ഇസ്രായേലിനോട് ഒന്ന് ഉടക്കിയാൽ എന്താണ് എന്നൊരാലോചന ട്രംപിനില്ലാതില്ല. അതുകൊണ്ട് തന്നെ തുർക്കിക്ക് മേലുള്ള നിരോധനം നീക്കി കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത് എന്നാണ് വാർത്തകളിൽ നിന്നും വായിച്ചെടുക്കാനാവുന്നത്. അങ്കാറയിൽ നടക്കുന്ന ഈ ഉച്ചകോടിയോടെ സംഗതികളൊക്കെ ഒരു വഴിക്ക് വരുമെന്നാണ് ഇരു രാജ്യങ്ങളുടെയും പ്രതീക്ഷ. അതേസമയം തുർക്കിയുമായി വലിയ ബന്ധത്തിനൊന്നും പോവരുതെന്നാണ് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. F-35 പുറമെ യുദ്ധവിമാനങ്ങൾക്കായി $700 മില്യൺ നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു നെതന്യാഹുവിന്റെ ആവശ്യം. ട്രംപ് എർദോഗാനെ കാണാൻ തുടങ്ങുന്നതോടെ പ്രശ്നങ്ങളൊക്കെ ഗുണകരമായി പരിഹരിക്കപ്പെടുമെന്നാണ് വിദഗ്ധർ വിശ്വസിക്കുന്നത്. നേരത്തെ 2025 മെയ് മാസത്തിലായിരുന്നു സിറിയക്ക് മേലുള്ള ഉപരോധം അമേരിക്ക പിൻവലിച്ചത്. അതിന് തൊട്ടു മുമ്പാണ് ട്രംപ് ഷാറയുമായി പരിചയപ്പെട്ടത്. മെയ് മാസത്തിൽ റിയാദ് ഉച്ചകോടിയിൽ വെച്ച് സൗദി രാജാവാണ് അദ്ദേഹത്തെ പരിചയപ്പെടുത്തി കൊടുത്തിരുന്നത്. അതിനുശേഷം പലപ്പോഴായി ട്രംപ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാൻ സിറിയ മുൻകൈ എടുക്കണം എന്നതായിരുന്നു. സിറിയ അക്കാര്യത്തിന് ചെവി കൊടുത്തിട്ടില്ല എന്നതാണ് നിലവിലുള്ള അവസ്ഥ. മാത്രമല്ല, ലെബനാനിലെ ഷിയാ സമൂഹത്തിലേക്ക് കയറി ചെല്ലാനും ഒത്തുപോകാനുമുള്ള വഴി നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിറിയൻ ഭരണകൂടം എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. എന്തായാലും അങ്കാറയിൽ കൂടിച്ചേരൽ പശ്ചിമേഷ്യയിൽ പുതിയ ചില സമവാക്യങ്ങൾക്കുള്ള തുടക്കമാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് അന്താരാഷ്ട്ര തലത്തിൽ ഏറെയുമുള്ളത്. ഈ അവസരം മുതലാക്കാനുള്ള പെടാപ്പാടിലാണ് തുർക്കിയും. ഉച്ചകോടിക്കായുള്ള ഒരുക്കങ്ങൾ റോഡിലും കെട്ടിടങ്ങളിലും ഹോട്ടൽ മുറികളിലും മാത്രമല്ല ഉള്ളത്. ഉച്ചകോടിക്കെതിരായി ഒരു ഒച്ചപ്പാടും ഇല്ലാതിരിക്കാനുള്ള ശക്തമായ ശ്രദ്ധ തുർക്കി സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ട്. നാറ്റോയുടെ തുർക്കി അമേരിക്കയ്ക്ക് കീഴ്പ്പെടുകയാണെന്ന വാദം തുർക്കിക്കകത്ത് ഏറെക്കാലമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. അറിയപ്പെടുന്ന ഇടത് നേതാക്കൾ, പരിസ്ഥിതി പ്രവർത്തകർ, ഫലസ്തീൻ അനുകൂല നേതാക്കൾ തുടങ്ങിയവരെയൊക്കെ കരുതൽ തടങ്കിലാക്കിയിരിക്കുന്നു എന്നാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 225 ആളുകളെ ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ടത്രേ. നാറ്റോ ആവട്ടെ ചില മാധ്യമ പ്രവർത്തകർക്ക് ഉച്ചകോടിയുടെ പരിസരത്തേക്ക് വരരുത് എന്ന കൽപ്പനയും കൊടുത്തിട്ടുണ്ട്. 2 ദശാബ്ദമായി ഗസ ഭരിച്ചിരുന്ന തങ്ങൾ സ്ഥാനമൊഴിയുകയാണെന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു. സാങ്കേതിക വിദഗ്ധർ ഉൾപ്പെടുന്ന കമ്മിറ്റിക്ക് ഭരണം നൽകാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പിന്മാറ്റം ഹമാസ് നടത്തുന്നത്. ഇതൊരിക്കലും ഗസയിൽ ഹമാസിനുള്ള രാഷ്ട്രീയവും സൈനികവുമായ സ്ഥാനം ഇല്ലാതാക്കുന്ന ഒന്നല്ലെന്ന് ഹമാസിന്റെ നേതാക്കൾ വ്യക്തമാക്കിയിട്ടുണ്ട്. നേരിട്ടുള്ള ഭരണത്തിൽ നിന്നും പിന്മാറുന്നു എന്നേ ഉള്ളൂ എന്നാണ് അവർ പ്രതികരിച്ചിരിക്കുന്നത്. നേരത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് മുതൽ തന്നെ തങ്ങൾ ഭരണത്തിൽ നിന്നും മാറാൻ തയ്യാറാണ് എന്നായിരുന്നു ഹമാസിന്റെ നിലപാട്. പക്ഷേ ഇസ്രായേൽ ഹമാസിന്റെ നിരായുധീകരണമാണ് എപ്പോഴും ആവശ്യപ്പെടുന്നത്. ഹമാസ് ആവട്ടെ അതെല്ലായ്പ്പോഴും തള്ളിക്കളയുകയും ചെയ്യുന്നു.
അമേരിക്കൻ പിന്തുണയോടെ തയ്യാറാക്കപ്പെട്ട 20 ദിന സമാധാന പദ്ധതിയുടെ ഭാഗമാണ് NCAG അഥവാ നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗസ. ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് ഇത് രൂപീകരിച്ചത്. ഗസയിലേക്ക് കടക്കാൻ ഇതിലെ അംഗങ്ങളെ ഇസ്രായേൽ അനുവദിക്കാത്തത് കൊണ്ട് കെയ്റോയിൽ ഇരുന്നായിരുന്നു ഇവരുടെ പ്രവർത്തനം. ട്രംപിന്റെ ബോർഡ് ഓഫ് പീസിനോടും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിനോടുമാണ് ഇവർ ഉത്തരവാദപ്പെട്ടിരിക്കുന്നത്. ഈ പിന്മാറ്റത്തിലൂടെ തങ്ങൾ ഗസയുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഭരണം കൈമാറാൻ വരെ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് ഹമാസ് നടത്തുന്നത്. അമേരിക്കയോട് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നതിലൂടെ ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാമെന്നും ഇവർ കരുതുന്നുണ്ടാവണം. അതായത് ട്രംപിന്റെ 20 ദിന പദ്ധതി നടപ്പാക്കാൻ തങ്ങൾ തയ്യാറാണെന്നും ഇസ്രായേലാണ് സഹകരിക്കാത്തത് എന്നും ഇവർ വാദിക്കും. ഇവരുടെ പിന്മാറ്റം കാരണം ഇസ്രായേലിനാവട്ടെ കടന്നുകയറ്റവും വംശഹത്യയും അവസാനിപ്പിക്കുകയും ഗസയിൽ നിന്നും പിന്മാറുകയും ചെയ്യേണ്ടി വരും. അതോടെ ഗസയിലേക്കുള്ള സഹായങ്ങൾ നിർബാധം എത്തും. എന്നാൽ ഹിസ്ബുള്ള കളിച്ച കളിയാണ് ഗസയിൽ ഹമാസ് ഇപ്പോൾ കളിക്കുന്നത് എന്നാണ് ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പറയുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ ഭരണകൂടം ഗസയിലെ മാലിന്യ ശേഖരവും മറ്റ് മുനിസിപ്പൽ പരിപാടികളും ഒക്കെ നടത്തുക, ഹമാസ് സൈന്യത്തെയും സുരക്ഷാ ഏജൻസികളെയും നിയന്ത്രിക്കുക, ഇതാണ് ഹമാസിന്റെ തട്ടിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത്. ഹമാസിനെ നിരായുധീകരിക്കാത്ത ഒരു ഏർപ്പാടിനും തങ്ങളില്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഉഗാണ്ടയിൽ നിന്നാണ് അടുത്ത വാർത്ത. അവിടുത്തെ സൈനിക മേധാവിയും പ്രസിഡന്റിന്റെ മകനുമായ മെഹൂസി കെയ്നറഗാബ 2 മുൻനിര പത്രസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയിരിക്കുന്നു. തുടർന്നൊരു പ്രഖ്യാപനവും നടത്തി താൻ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല എന്ന്. തന്റെ ഭീഷണികളൊന്നും വെറുതെ ആയിരുന്നില്ല എന്ന് അവർ മനസ്സിലാക്കട്ടെ. ബാക്കിയുള്ള മാധ്യമങ്ങൾ ഇനി ആ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ചാൽ അവർക്ക് നന്ദി, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉഗാണ്ടയിൽ ഏറ്റവും പ്രചാരമുള്ള പത്രമായ ഡെയിലി മോണിറ്ററും രാജ്യത്തെ ഏറ്റവും വലിയ സ്വകാര്യ ഏജൻസിയായ NTV ഉഗാണ്ടയുമാണ് അദ്ദേഹം പൂട്ടിക്കളഞ്ഞത്. തന്റെ അനുമതിയില്ലാതെ ഇനി അവ തുറക്കരുത് എന്നും അദ്ദേഹം കൽപ്പിച്ചിട്ടുണ്ട്. കൽപ്പന വന്നതോടെ രണ്ടിടത്തും സൈന്യം നിയന്ത്രണം ഏറ്റെടുത്തു. കെയ്നറഗാബയുടെ മാതാവിനെ കുറിച്ച് റിപ്പോർട്ട് കൊടുത്തത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടു കാണില്ലെന്നും അതുകൊണ്ടാവാം ഈ നടപടിയെന്നുമാണ് നിരീക്ഷകർ പറയുന്നത്. നന്ദി.